ഒന്നുമില്ല ചേട്ടാ, ബേബിമൊക്കെ ഒരാളെ ഇഷ്ടമാണ്. അതവൾ എന്നോട് പറയായിരുന്നു. വേറൊന്നുമില്ല. അതൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായില്ലേ. ചേട്ടൻ ഇവിടെ ഓക്കെ അല്ലേ? അമ്മയെ അത് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? എല്ലാം ഇങ്ങനെ തുറന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്തൊരു പേടിയത്. എന്തായിരുന്നു അവന്റെ പേര്? ബേബിമോളെ? ബോബി. രാത്രി മഴ മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു സ്ത്രീകൾക്ക് മാത്രം വേതനം കിട്ടുന്നില്ല. ഇന്നലെ വന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഇവിടുത്തെ സ്ത്രീകളെക്കാളും ശമ്പളം കൂട്ടാതെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ സ്വാതന്ത്ര്യം, അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അടുക്കളയിൽ മാത്രം ഒതുങ്ങി തീരേണ്ടതാണോ നിങ്ങളുടെ ജീവിതം? ഞാൻ ഇന്നലെ 11:34 വിളിച്ചപ്പം ഫോൺ ബിസി ആയിരുന്നു. ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? സംഗീതമായിരിക്കും. എനിക്ക് തോന്നി. പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളോട് സംസാരിക്കാൻ പോകരുതെന്ന്. ആദ്യം കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പൊക്കെ മതി. എൻ്റെ പ്രൊഫൈലിൽ കയറി 1-2 പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇവന്മാരായിട്ടൊക്കെ കമ്പനി വെക്കുന്നത്? ചോദിച്ചോട്ടാ പ്രൊഫൈൽ പിക്ചർ മാറ്റിയേ? പറ, ആരോട് ചോദിച്ചിട്ടാ? നിനക്ക് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം തരുന്നേ. പിന്നെന്തുവാ അവിടെ ഒരു വ്യത്യാസങ്ങൾ? ഒരു നാർസിസിസ്റ്റ് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു നാർസിസിസ്റ്റ് നമ്മുടെ പാർട്ണറായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നാർസിസിസ്റ്റുകളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടും കണ്ടുവരുന്ന നാർസിസിസ്റ്റുകളെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവരുടെ ഒരു പ്രവർത്തന രീതികളും അവരുടെ സ്വഭാവ രീതികളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് വീഡിയോ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ നാർസിസിസ്റ്റുകൾ റിലേഷൻഷിപ്പുകളിൽ വരുമ്പോൾ അതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നാർസിസിസ്റ്റുകളെ പറ്റിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ താഴെ എനിക്ക് റിക്വസ്റ്റായിട്ട് വന്ന ഒരു കാര്യമാണ്, ഈ ജീവിത പങ്കാളിയായിട്ട് നാർസിസിസ്റ്റ് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്, വിക്ടിമായിരിക്കുന്ന ആളിന് എന്തോരം ബുദ്ധിമുട്ടാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാർസിസിസ്റ്റുകളിൽ നിങ്ങൾ നാർസിസ്റ്റിൻ്റെ കൂടെയുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെഡ് ഫ്ലാഗ്സ് സ്പോട്ട് ചെയ്യാം, എങ്ങനെ അതൊരു നാർസിസിസ്റ്റ് അതൊരു NPD ഉള്ള ഒരാളാണെന്ന് എങ്ങനെ കൃത്യമായിട്ട് തിരിച്ചറിയാം, എന്നിട്ട് എങ്ങനെ നമുക്കതിൽ നിന്നും പുറത്തു വരാം. പ്രത്യേകിച്ച് ആ ഒരു കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ആയതുകൊണ്ടും വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് വിക്ടിമിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കിക്കാണുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. അതൊരു ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ളവരാണ് ഈ നാർസിസിസ്റ്റുകൾ എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതിനൊപ്പം തന്നെ അവർക്ക് ആ ഒരു ഡീപ്പ് നീഡ് ഓഫ് അഡ്മിറേഷൻ ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നാർസിസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ആൾക്കാർക്ക്. അതായത് ഇവരുടെ അഡ്മിറേഷൻ വേണ്ട ഒരു സ്വഭാവം, അതായത് എന്നെ എല്ലാവരും ആരാധിക്കണം, ചുറ്റുമുള്ള എല്ലാവരും എന്നെ ആരാധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഇവരുടെ അടങ്ങാത്ത ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം. 24/7 ഇവർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്നെ ആരാധിക്കണം, ചുറ്റുമുള്ളവരെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു അഡ്മിറേഷൻ സീക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം അവരിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം ലാക്ക് ഓഫ് എമ്പതി. ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നാർസിസിസ്റ്റിൻ്റെ ബിഹേവിയറാണ് ഈ ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്നത്. ചുറ്റുമുള്ള ആളിനോട്, തൊട്ടടുത്തുള്ള ആളിനോട് ഏറ്റവും കൂടുതൽ, അതായത് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അതാണല്ലോ, ഒരു പാർട്ണർഷിപ്പാണ്. അപ്പോൾ ഒരു പാർട്ണറിന് ഉണ്ടാകുന്ന വിഷമങ്ങൾ അപ്പുറത്തെ പാർട്ണറായി നിൽക്കുന്ന ആളിന് മനസ്സിലാകണം. അതാണ് ആ ഒരു എമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ ലവ്ഡ് വൺ എന്ന് പറയുന്ന നമ്മുടെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ആ പേഴ്സണിൻ്റെ അടുത്തോട് നമ്മൾ എമ്പതി എന്ന് പറയുന്ന കാര്യമില്ലാത്ത ഒരാളാണ് അതിൽ നാർസിസിസ്റ്റായിട്ട് ഒരു വശത്ത് വരുന്നതെങ്കിൽ അപ്പുറത്തെ ആൾ വിക്ടിമായി പോവും, അപ്പുറത്തെ ആൾ ഹെൽപ്ലെസ് ആയി പോവും. അപ്പോൾ ഈ എമ്പതി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്
അത്രയധികം വലുതാണ്. എമ്പതി എന്ന് പറയുമ്പോൾ ചിലർ ഞാൻ പറയുന്നത് നമ്മൾ പലർക്കും ഈ നമ്മുടെ നാട്ടിലുള്ള മിക്ക ആൾക്കാർക്കും എമ്പതി എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രമാണ്. അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതിന് മലയാളത്തിൽ സഹാനുഭൂതി എന്നുള്ളൊരു വാക്കുണ്ട്. സഹാനുഭൂതി, മറ്റുള്ളവനോട് കാണിക്കുന്ന ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, സ്നേഹം, അവൻ്റെ കൈൻഡ്നെസ്, ദയ, ഈ കാര്യങ്ങളൊക്കെ ചുമ്മാ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. അല്ല ആൾക്കാർക്ക് ഇത് പറയാനോ പ്രകടിപ്പിക്കാനോ ഇതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലോട്ടാണ് നമ്മൾ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ നാർസിസിസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു എമ്പതി ഇല്ലാത്ത ആളിൻ്റെ കൂടെ എങ്ങനെയാണ് ഒരു കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ജീവിക്കുന്നത്, എങ്ങനെയാണ് അങ്ങനെ നമ്മുടെ മനസ്സിലാക്കാതെ നമ്മുടെ വിഷമങ്ങൾ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തിയുടെ കൂടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യം ഈ നാർസിസിസ്റ്റിൻ്റെ അല്ലെങ്കിൽ NPD ഉള്ള ആളിൻ്റെ ഏറ്റവും വലിയ പോരായ്കയും അതൊരു നാർസിസിസ്റ്റിക് ബന്ധത്തിൽ അല്ല ഇതൊരു ബന്ധത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ പ്രശ്നവുമായിട്ട് വരുന്നത് അപ്പോഴാണ്. ഒരു നാർസിസിസ്റ്റിൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇമോഷണലിയും സൈക്കോളജിയും ഡ്രെയിനിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്ങനെയാണ് ഇത് നിങ്ങളെ ഇമോഷണലിയും സൈക്കോളജിക്കലിയും ഡ്രെയിൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇമോഷണൽ മാനിപ്പുലേഷൻ, അവർ നിങ്ങളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യും, ഗ്യാസ്ലൈറ്റ് ചെയ്യും, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് പാർട്ണറിൻ്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനാണ്. അതായത് അവർക്ക് കൺട്രോൾ എടുക്കണം നിങ്ങളുടെ മേത്തുള്ള. അപ്പോൾ നിങ്ങളൊരു ആർഗ്യുമെൻറ്റ്, ശരിയായിട്ടുള്ള ആർഗ്യുമെൻറ്റോ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യമോ അവരുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിലുള്ള കൺട്രോൾ പോകും. തൊട്ടടുത്ത നിമിഷം അവർ ആ കൺട്രോൾ എടുക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഒരിക്കലും അവർ ആ ഒരു കാര്യത്തിലേക്ക് പോയിൻ്റ് ചെയ്യാനോ നിങ്ങൾ ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത നിമിഷം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക തരം എന്നുവെച്ചാൽ അത്രയ്ക്ക് പോലും അവർക്ക് ആ ഒരു ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് അവരുടെ ഈഗോ എന്ന് പറയുന്ന അങ്ങനെയാണ്. അതായത് അവർക്ക് അത്രയ്ക്ക് പോലും അത് ഇങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അവരുടെ ഒരു നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കുന്നോ, ഞാൻ ആരാധിക്കപ്പെടേണ്ട ആളാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാവരും എന്നെ ആരാധിക്കേണ്ട ഒരു വ്യക്തിയാണ്, ഞാൻ ഓവർ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുന്ന ആളാണ് ഞാൻ, അപ്പോൾ എന്നെ കുറ്റം പറയൂ. ഇപ്പോൾ രാജാവിനെ, പണ്ടൊക്കെ രാജാവിനെ നിങ്ങൾ രാജാവ് തന്നെയാണെന്ന് പറയുന്നില്ല. അതുപോലെ രാജാവിന് ഇങ്ങനെയാണ്, താനൊരു ഇതുമില്ലടോ, തനിക്ക് മൊത്തം പ്രശ്നമാണോ, താൻ ചെയ്യുന്ന എല്ലാം പോക്കാണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഒന്നും ഇവർ ഒരു തരത്തിലും അടുപ്പിക്കത്തില്ല. അതൊന്നാമത്തെ കാര്യം. നമ്മൾ ചെറിയൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്ത് നോക്കിയോ, റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾ ഒരു വൈഫാണെന്ന് വയ്ക്കുക, വൈഫ് ഹസ്ബൻഡിൻ്റെ നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഷമ്മിയെ നിങ്ങൾ കാണും, നിങ്ങളുടെ ഹസ്ബൻഡിലെ ഷമ്മിയെ, ആ നാർസിസിസ്റ്റായ ഷമ്മിയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സബ്റ്റിലായിട്ടുള്ള മാനിപ്പുലേഷൻ പോട്ടെ, മാനിപ്പുലേഷൻ ചെയ്യുന്ന രീതി തന്നെ മനസ്സിലാക്കാനായിട്ട് പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴാണ് ഈ നാർസിസത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനൊക്കെ വന്നു തുടങ്ങിയ ശേഷമാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് ഗ്യാസ് ലൈറ്റിങ്, നമ്മളെ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഒരു ഇതാക്കി കാണിക്കുന്നത്. അത് നമുക്കൊരു കുഴപ്പമില്ല, എന്നാലും പറഞ്ഞ് നമുക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുക. മലയാളത്തിലൊരു തനിയാവർത്തനം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിലും ഇത് കാണിക്കുന്നുണ്ട്. ഈ ഒരു കുഴപ്പമില്ലാത്ത ആളെ ചുറ്റുമുള്ളവരെല്ലാം ചേർന്ന് കുഴപ്പമാക്കുന്നത് അതേ പ്രവൃത്തിയാണ് ഈ നാർസിസിസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. നാർസിസിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു പാർട്ട്ണറിനെ കുഴപ്പമുള്ള ഒരാളായിട്ട് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നിൻ്റെ പ്രശ്നമാണ്, നിൻ്റെ തോന്നലായിരുന്നു, നിനക്ക് അങ്ങനെ ഒരു ഉള്ളിൽ വന്നതാണ്, എന്തോ പ്രശ്നം നിനക്ക് ഉണ്ടാകുന്നുണ്ട്, ഇന്നലെയും നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നിൻ്റെ ആ ഒരു സ്വഭാവം, നീ പെട്ടെന്ന് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളൊരു പാർട്ണറായിരുന്നാലും ഒരു റിലേഷൻഷിപ്പിലായിരുന്നാലും ഒരു ജീവിത പങ്കാളി ആയിട്ട് മാരേജ് ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നാലും നിങ്ങൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ വേണ്ടി വരും. നിങ്ങളൊരു മനുഷ്യജീവിയല്ലേ, നിങ്ങൾക്ക് ആ പാർട്ണറിൽ മാത്രമല്ല മറ്റുള്ള മനുഷ്യരോട് സോഷ്യലി ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും, വേണ്ടി വരും. അതൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് പറയുകയാണെന്ന് വയ്ക്കുക, നിങ്ങളുടെ പാർട്ണർ പറയുകയാണ്, നീ എന്നെ അത്രയും സ്നേഹിച്ചിരുന്നെങ്കിൽ, നീ ശരിക്കും എന്നെ നീ പറയുന്ന പോലെ അത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും അടുത്ത ഫ്രണ്ടിനോടെയും സമയം സ്പെൻഡ് ചെയ്യില്ലായിരുന്നല്ലോ. എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് മാത്രമല്ലേ സമയം സ്പെൻഡ് ചെയ്യുള്ളൂ, നീ എന്തിനാ ആവശ്യമില്ലാത്ത അവരുടെ അടുത്തും പോയി സമയം സ്പെൻഡ് ചെയ്യുന്നത്, നീ ഏറ്റവും കൂടുതൽ സമയം അവരുടെ അടുത്തല്ലേ സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനിപ്പുലേഷനാണ്, ഇമോഷണൽ മാനിപ്പുലേഷനാണ്. ഇവർ ആക്ച്വലി വരുത്തി തീർക്കുന്നത് നമ്മൾ കൂടുതൽ സമയം അവരോടാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇവർക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നൊരു കാര്യം വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യത്തിന് വിരുദ്ധമാണ്. ആ സമയത്ത് നിങ്ങളുടെ കൺട്രോൾ എടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ്.
അപ്പോൾ ഇത് തിരിച്ചും സ്ത്രീക്കാണെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ത്രീ നാർസിസ്റ്റിക്കായുള്ള സ്ത്രീ ഒരു വിക്ടിമായിട്ടുള്ള പുരുഷനോടും ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ പറയാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കൂലേ, എപ്പോഴും എന്നോട് സമയം സ്പെൻഡ് ചെയ്യൂലേ എന്ന് പറയും. ഇതും ഇതേപോലെ തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ടും നാർസിസ്റ്റുകൾ, ഒന്ന് സ്ത്രീ ഒന്ന് പുരുഷനാണെന്നേ ഉള്ളൂ. അവർ ചെയ്യുന്ന കാര്യം ഇമോഷണൽ മാനിപ്പുലേഷനാണ്. ഈ ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് മറ്റേ വ്യക്തിയെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക, ആ വ്യക്തിയെ നിസ്സഹായമായ ഒരു അവസ്ഥയെ കൊണ്ടിട്ടിട്ട് ആ വ്യക്തിയുടെ കൺട്രോളിങ് കംപ്ലീറ്റ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഇത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു വേ എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് യുവർ അച്ചീവ്മെൻറ്റ്സ്. അതായത് നിങ്ങളുടെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ നിങ്ങളോട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണിത്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് വളരെ കുറച്ച് കാണിക്കുക. അതായത് നിങ്ങളുടെ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും കരിയറിലോ നിങ്ങളുടെ ജോലിയിലോ, നിങ്ങളൊരു ചെറിയ ജോലിയായിരിക്കാം ചെയ്യുന്നത്, നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു വർക്കായിരിക്കാം ചെയ്യുന്നത്, നിങ്ങളുടെ പാഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വയ്ക്കുക. നിങ്ങളുടെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ അത് ഡൗൺ ഗ്രേഡ് ചെയ്യും നിങ്ങൾ ഡൗൺ പ്ലേ ചെയ്യിക്കുമോ, ഇതൊക്കെ എന്തുവാണ്, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്, ഇതൊക്കെ ജസ്റ്റ് ഒരു എഫേർട്ടിൽ കിട്ടുന്ന കാര്യമാണ്, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇയാളുടെ ഉള്ളിൽ ഭയമാണ്, നിങ്ങൾ പിന്നെ ഫേമസ് ആവുമോ, നിങ്ങൾക്ക് അക്കംപ്ലിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ ഇട്ടിട്ട് പോവുമോ എന്നൊക്കെ. അത്രയും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ നാർസിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്കംപ്ലിഷ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായാൽ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത്, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എനിക്കൊക്കെ ഇതൊക്കെ നിനക്കൊക്കെ ഇത്രയും കിട്ടണമെങ്കിൽ എനിക്കൊക്കെ എന്ത് കിട്ടണമായിരുന്നു, ഞാൻ ഇത്രയും നാട്ടുകാർ മൊത്തം ആരാധിക്കേണ്ട ഞാനിപ്പോൾ നീ മാത്രം ആരാധിച്ച് ഇവിടെ കിടക്കുകയില്ലേ, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്, ഇത്രയും ഫ്രജൈലായിട്ടുള്ളൊരു ഈഗോ കൊണ്ട് നടക്കുന്നവരാണ് ശരിക്കും ഒരു നാർസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ നാർസിസ്റ്റിക് പാർട്ണർ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു കരിയറിലൊരു പ്രൊമോഷൻ കിട്ടിയെന്ന് വയ്ക്കുക. നിങ്ങളുടെ ഒരു ജോലി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടി. ഇയാൾ പറയുന്നത്, അയ്യോ ഇവക്ക് ലക്ക്, ഇത് വെറും ലക്ക്, ഇത് വേറെ ഒന്നുമല്ല, ചുമ്മാ ഭാഗ്യം കൊണ്ട് കിട്ടിയത്, അല്ലാതെ ഇവള് വല്ല പണി എടുക്കുന്നുണ്ടാണ്, ഇവിടെ ഒരു പണി എടുക്കണില്ല, ഇവർ ചുമ്മാ ഇരിക്കുകയാണ്, ഇതൊക്കെ വെറും ഭാഗ്യം. ഇതായിരിക്കും പുള്ളി പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു മൊറാലിനെ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസിനെ കംപ്ലീറ്റ്ലി അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അക്കോംപ്ലിഷ്മെൻ്റ് ഒന്ന് സന്തോഷിക്കാൻ പോലും നിങ്ങൾക്കൊന്ന് ചെറിയ ഒരു സ്മോൾ വിൻ അല്ലെങ്കിൽ ഒരു ബിഗ് വിൻ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സിനെ പോലും അവിടെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ ലക്കിയായിട്ടാണ്, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ വേറെ ലക്കാണെന്ന് പറയുകയും ചെയ്യും. അവരുടെ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അവർ ചെറിയ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ്. അയാൾ ചെയ്ത ചെറിയ കാര്യങ്ങൾ അയാൾ വലിയ ഇതായിട്ട് പൊലിപ്പിച്ച് കാണിക്കും. ഞാൻ ഈ നാർസിസ്റ്റുകളെ പറ്റി പറയുമ്പോൾ കൂടുതലും മെയിൽ എന്നുള്ള രീതിയിൽ പറയുന്നത്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അയാൾ എന്നുള്ള രീതിയിൽ പറയുന്നതിന് കാരണമെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നാർസിസ്റ്റുകൾ ആൺകുട്ടികൾ തന്നെയാണ്, ആണുങ്ങൾ തന്നെയാണ്. സ്ത്രീകൾ നാർസിസ്റ്റുകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീകൾ നാർസിസ്റ്റുകളുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ആൺകുട്ടികളാണ് കൂടുതൽ. അത് നമ്മുടെ ഈ സിസ്റ്റവും ഈ സെറ്റപ്പും ഒക്കെ ആ രീതിയിലായതുകൊണ്ട് അത് കൂടുതലും ഇതിനൊരു എൻവയൺമെൻറ്റും കൂടെ ഈ നാർസിസത്തിനെ ആക്കം കൂട്ടുന്ന ഒരു കാര്യമാണ്. അത് കൾച്ചറലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ നാർസിസം എന്ന് പറയുന്ന ഒരു ജെൻഡറിനെ മുകളിൽ വെച്ച് കെട്ടേണ്ട ഒരു കാര്യമല്ല. രണ്ട് ജെൻഡറിലും നാർസിസ്റ്റുകളുണ്ടാവും, ഒരു സ്ത്രീയിലുണ്ടാവും, പുരുഷനിലുണ്ടാവും, ഏത് ജെൻഡറിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് മാത്രം കാണുക. ഈ പറഞ്ഞ പോലെ നാർസിസ്റ്റ് ആര് വേണോ ആവാം, സ്ത്രീയാവും പുരുഷനാവും ആരുമാവാം. നിങ്ങളിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ജലസി കാരണമുണ്ടല്ലോ, അസൂയ മൂത്ത് നിങ്ങൾ ഇതുപോലെ സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും മറ്റുള്ളവരോട് ഇടപെടുന്നത് കണ്ട് അസൂയ മൂത്ത് ഇവർ നിങ്ങളുടെ ഫ്രീഡത്തിൽ കയറി അങ്ങ് ഇടപെടും. മൊത്തത്തിൽ നിങ്ങളുടെ ഫ്രീഡം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ അങ്ങ് ഇല്ലാതാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാർസിസ്റ്റ് ജീവിത പങ്കാളിയായിട്ടിരിക്കുന്ന ആൾ, ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, നന്നായിട്ട് എഴുതുന്നു, നിങ്ങൾ നല്ല പോസ്റ്റുകൾ ഇടുന്നു. നിങ്ങൾ പോസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ത്രീയാണെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു, അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇയാളിൽ വല്ലാത്ത ജലസി ഉണ്ടാക്കുന്നു. ഈ ജലസി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പാസ്വേഡും നിങ്ങളുടെ അതും ഇതൊക്കെ വാങ്ങിച്ച ശേഷം ഇവർ തന്നെ പല ആൾക്കാരെയും ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും. സ്വന്തമായിട്ട് അവരെന്നെ സ്വന്തമായിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട്
മറ്റവരെ ബ്ലോക്ക് ചെയ്തൊക്കെയാണ് അവന്മാരുടെ ഒന്നും സ്വഭാവം ശരിയല്ല, ഇവന്മാരൊക്കെ ഈ കാണിക്കുന്നതാണ് ഇങ്ങനെയാണ്, പക്ഷേ ഇവന്മാരുടെ ഒന്നും ശരിക്കുള്ള സ്വഭാവമൊന്നുമല്ല, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, നിനക്ക് ഈ ഇട്ടാവട്ടത്ത് കിടന്നുള്ള ഇതേ ഉള്ളൂ, പരിചയമുള്ളൂ, ലോകപരിചയമൊന്നും നിനക്കില്ല. എൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ലോകപരിചയം എല്ലാം ഉണ്ട്, എനിക്ക് ഈ ആൾക്കാരെ മൊത്തം അറിയാം, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങൾ പരിചയത്തിലുള്ള ആൾക്കാരെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഇനി നമുക്ക് ഈ റെഡ് ഫ്ലാഗ്സ് എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റെഡ് ഫ്ലാഗ്സിൽ വരുന്നതാണ്, പക്ഷേ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ റെഡ് ഫ്ലാഗ്സ് പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സസീവ് ആയിട്ടുള്ള സെൽഫ് ഇമ്പോർട്ടൻസ്, എപ്പോഴും ബ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ കാര്യം, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് അതിനുള്ള അംഗീകാരം കിട്ടുന്നില്ല, നിങ്ങളാരും എന്നെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളാരും എനിക്ക് വേണ്ട ഇത് തരുന്നില്ല, ഇമ്പോർട്ടൻസ് തരുന്നില്ല, ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് നടത്തി എനിക്ക് ഇത്രയും കുഞ്ഞ് ഇമ്പോർട്ടൻസാണ് നിങ്ങൾ തരുന്നത്, അതല്ല എനിക്ക് കിട്ടേണ്ടത്, ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. ആക്ച്വലി അവർക്ക് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് വേണം, അവരൊന്നും ചെയ്ത് കാണത്തില്ല, ഒന്നും ചെയ്യായ്മയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും ചെയ്തതിന് അവർക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതാണ് അവരുടെ, അതെന്ത് കാരണത്തിൻ്റെ പേര് പറഞ്ഞാലും അതൊരു വ്യക്തിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ണറിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് പോകരുത്, നിങ്ങൾ സിംഗിളായിട്ടിരിക്കുക. നിങ്ങൾ എന്തിനാണ് ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തിട്ട് ആ പാർട്ണറിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ഒരു സാഹചര്യത്തിലും ഇപ്പം പലപ്പോഴും ഈ ഒരു എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന സ്ത്രീകൾ വന്നിട്ട് പറയാറുണ്ടോ, അയ്യോ എന്നാലും അയാൾ അങ്ങനെയല്ലേ, അയാളുടെ പാസ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരു നാർസിസ്റ്റിൻ്റെ പാസ്റ്റിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അയാൾ നാർസിസ്റ്റിൽ ഇപ്പോൾ കൊച്ചിലെയുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ കൊച്ചിലെയുള്ള അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും, അത് കാരണമായിട്ട് ആയിരിക്കും അയാൾ നാർസിസ്റ്റ് ആയത്. അങ്ങനെ അത് കാരണമാണ് അയാൾ നാർസിസ്റ്റ് ആയതെങ്കിൽ അയാൾ നിങ്ങളെ അബ്യൂസ് ചെയ്യാനല്ല വരേണ്ടതും, വീട്ടിൽ മിണ്ടാതിരിക്കുക, അയാൾ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതെ സ്വന്തം കാര്യം നോക്കി ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങളെ ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുടെ ഇതുപോലെ ജീവിതം നരകം തുല്യമാക്കി മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും അവരുടെ ന്യായം പറയേണ്ട കാര്യമില്ല. ആ ന്യായം പറയുന്നതിനെയാണ് ഈ നമ്മളിപ്പോൾ എന്താ പറയുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോമെന്നും ഈ പറയുന്ന പോലെ ഈ ട്രോമ അറ്റാച്ച്മെൻറ്റും ട്രോമ ബോണ്ടിങ്ങും എന്നൊക്കെ പറയുന്നത്. ഒരാവശ്യമില്ലാതെ അവരോട് ഈ പറയുന്ന ബോർഡർ ലൈനും അതുപോലെയാണ്. ബോർഡർ ലൈൻ ഉള്ളവർക്കും നാർസിസ്റ്റ് ആയിട്ടുള്ള ആളിനോട്, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണറിനോട് ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും. വേറെ ആരെയും ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിനെ ട്രസ്റ്റ് ചെയ്യുന്ന ബോർഡർ ലൈനായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് പ്രശ്നം. ഈ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളിൽ ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന് തിരിച്ചറിയുക. ഞാനിത് പറയാൻ കാരണങ്ങളുണ്ട്. കാരണം ഫിസിക്കൽ അബ്യൂസ് നേരിട്ട പെൺകുട്ടികൾ പോലും എന്നെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. എനിക്ക് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായ, അതും വളരെ ബ്രൂട്ടലായിട്ടുള്ള ഫിസിക്കൽ അബ്യൂസ്. നിങ്ങൾ എന്തിനാണ് ആ ഒരു വ്യക്തിയുമായിട്ട് പിന്നെയും ആ ഒരു ഇതിലിരിക്കുന്നത്, കോണ്ടാക്റ്റിലിരിക്കുന്നത്? നിങ്ങൾ പിന്നെയും അവർക്ക് ചെന്ന് അടവെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വള്ളിക്കെട്ട് പിടിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു അഡ്വൈസ് തന്നെ തരും, നിങ്ങൾ വീണ്ടും പഴയത് തന്നെ ചെയ്യും. ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആദ്യം ശ്രമിക്കുക. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും വരാൻ പോകുന്നില്ല. അതിനെന്തെങ്കിലും മാറ്റം വരുന്നുവെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇഫ് യു സസ്പെക്ട് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് എ നാർസിസിസ്റ്റ്, നിങ്ങളൊരു നാർസിസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് അടുത്തതായിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്പർ 1, സെറ്റ് ബൗണ്ടറീസ്. ക്ലിയർ ആയിട്ട് അവരോട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് വളരെ വ്യക്തമായിട്ട് അസർട്ടീവായിട്ട് പറയുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസ്, ഇമോഷണൽ ബൗണ്ടറീസും ഫിസിക്കൽ ബൗണ്ടറീസും സെറ്റ് ചെയ്യുക. അത് നിങ്ങൾ സ്വയം സെറ്റ് ചെയ്യുക. അതിലവരെ കൈകടത്താൻ അനുവദിക്കാതിരിക്കുക. രണ്ടാമത്തത് ഫോക്കസ് ഓൺ സെൽഫ് കെയർ. നിങ്ങളുടെ സെൽഫ് കെയർ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള വെൽബീയിങ്ങിനും പ്രയോറിറ്റി കൊടുക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ സപ്പോർട്ട് സീക്ക് ചെയ്യുക, ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ടിനോട്, നിങ്ങളുടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ടിനോട്, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റിനോട്, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു പേഴ്സണിനോട്. ഇപ്പോൾ ഓൺലൈനിലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നാർസിസത്തെ പറ്റി സംസാരിക്കുന്ന ഒരുപാട് പേര്. അതിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരോട് അഡ്വൈസ് ചോദിക്കുക, അവരുടെ ഹെൽപ്പ് ചോദിക്കുക, സപ്പോർട്ട് ചോദിക്കുക. സപ്പോർട്ട് ഗ്രൂപ്പുകളെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയുക. ഇതുപോലെയുള്ള വിക്ടിമായിട്ടുള്ള ആൾക്കാരോട് കൂടുതൽ സംസാരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഹെൽപ്പും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് കൺസിഡർ ടേക്കിംഗ് തെറാപ്പി എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ തെറാപ്പി
അത് സൈക്കോതെറാപ്പി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സൈക്കോതെറാപ്പി നമ്മുടെ ബിഹേവിയറൽ തെറാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബിഹേവിയറിനും ഒരുപാട് പാളിച്ചകളും പ്രശ്നങ്ങളും വന്നിട്ടുള്ളതാണല്ലോ. നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മൾ ജനിച്ച ഈ നാടും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ബിഹേവിയറൽ തെറാപ്പി ബേസിക്കലി എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു നാർക്ക് അബ്യൂസിലാണെങ്കിൽ, ഒരു നാർസിസിസ്റ്റിക് അബ്യൂസിലാണെങ്കിൽ തെറാപ്പി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് കൂടെ പറയുകയാണ്, തെറാപ്പി നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ അബിലിറ്റീസ് എന്താണെന്നും നിങ്ങളുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ എന്താണെന്നും നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും അതിലെന്തൊക്കെയാണ് നിങ്ങളുടെ സ്വഭാവത്തെ അഫക്റ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഇതിലൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ ഗൈഡൻസിലൂടെ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുന്നൊരവസ്ഥയാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്കൊരു മെൻറ്റർ വേണം, നമുക്കൊരു സൂപ്പർവൈസർ, ഒരു സൂപ്പർവിഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫിനെ നോക്കിക്കണ്ട് മനസ്സിലാക്കി നമുക്ക് അഡ്വൈസസ് തരുന്ന ഒരു വ്യക്തി വേണം. ആ വ്യക്തി എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടും ആയിരിക്കണം ഈ കാര്യത്തിൽ. അങ്ങനെ ഒരു എക്സ്പേർട്ടാണ് ഒരു തെറാപ്പിസ്റ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് ഇൻഡിവിജ്വൽ തെറാപ്പി ഈ കാര്യത്തിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഒരു കാര്യം, ഞാനിതിപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. യു ഡോണ്ട് ഡിസേർവ് ടു ബി അബ്യൂസ്ഡ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ ആർക്കും അധികാരമില്ല, ഒരു വ്യക്തിക്കും അധികാരമില്ല. നിങ്ങളുടെ ഫിസിക്കലിയോ ഇമോഷണലിയോ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലി അപ്രോച്ച് ചെയ്ത് ഈ വ്യക്തിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പറയുന്ന ആളുണ്ടല്ലോ, നിങ്ങളെ കൺട്രോൾ ചെയ്യും, നിങ്ങളെ പിടിച്ച് തിന്നും എന്നൊക്കെ പറയുന്ന ആൾ അകത്ത് പോയി കിടന്നുണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ ഒരാളെയും അനുവദിക്കാതിരിക്കുക. യു ഡോണ്ട് ഡിസേർവ് ടു ബി അബ്യൂസ്ഡ്. യു ആർ എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക് നിങ്ങളുടെ ലൈഫിലുണ്ടാക്കാൻ നിങ്ങൾക്കൊരു പാർട്ണറിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സ്വയം വിചാരിച്ചാൽ തന്നെ അതിന് സാധിക്കും. നമ്മളെ കണ്ടെത്തി നമ്മൾ അതിനെ പരിപോഷിപ്പിക്കാനുള്ള സമയം കൊടുത്താൽ മതി. അതായത് ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നത് അവരങ്ങനെ പറയും, അവരിങ്ങനെ പറയും. നിങ്ങളിതിന് ഭേദപ്പെട്ട് വന്നു കഴിഞ്ഞാലും അവർ ഭേദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയും. നിങ്ങൾ പറഞ്ഞ ശരി, നിങ്ങളുടെ ഭാഗത്തെ ശരി അവരപ്പം മനസ്സിലായിക്കോളും. കാരണം ഈ ചുറ്റും വളർന്നു വന്ന ആൾക്കാരും അവർക്കും പാരൻറ്റിങ് ഒന്നും കിട്ടിയിട്ടില്ല. അവർക്കും ഈ കാര്യത്തെപ്പറ്റി യാതൊരു ധാരണയില്ല. അവർക്കും ഈ അമ്മാവന്മാരും ഈ പറയുന്ന നാർസിസിസ്റ്റിക് അമ്മാവന്മാരൊക്കെ പറഞ്ഞു കൊടുത്ത അഡ്വൈസ് മാത്രമേ അവർക്കും അറിയായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇവർ കൊണ്ടുപോയി നിൽക്കുന്നതിൻ്റെ കാര്യമൊക്കെ അതാണ്. കല്യാണം കഴിച്ചാലല്ല ശരിയാവുന്നത്. നമ്മളെ കണ്ടെത്തി നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ പരിപോഷിച്ച് നമ്മൾ കുറേ കാലം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാനുള്ള ഒരു മിനിമം യോഗ്യതയെങ്കിലും ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസിഷനാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ വരേണ്ട ആൾ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരിക്കണം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാനും ബാക്കിയുള്ളവരെ സ്നേഹിക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം എന്ന് ഉറപ്പ് വരുമ്പോഴാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് ഇനി തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയാം. അതായത് നാർസിസിസ്റ്റിക് അബ്യൂസ് വളരെ കാലം നേരിട്ട ആൾക്കാർക്ക് അതിൽ നിന്നും ഹീലായി വരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞ വീഡിയോയിലുള്ള വിശദാംശങ്ങളും ഇതിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അടങ്ങുന്നതിൻ്റെ സോഴ്സുകളും വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകൾ, റിസോഴ്സുകൾ, റിസർച്ച് പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫാക്ട്സ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാം നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കാവുന്നതാണ്. അത് മാത്രവുമല്ല, ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുള്ളത് എല്ലാം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഹെൽപ്പ് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇൻഫർമേഷനും എല്ലാം. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസുകളും ഒക്കെ രേഖപ്പെടുത്തുക. ഞാൻ മാക്സിമം, നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇതൊരു ചർച്ചാവേദിയായിട്ട് കൊണ്ടുപോവുക. ഇത് ഇവിടെ എൻഡ് ചെയ്യുന്നൊരു ടോപ്പിക്കല്ല, ഇതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ബാക്കി സംസാരം നമുക്ക് കമൻറ്റ് സെക്ഷനിലാവാം. അതുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.